എല്ലാ കൂട്ടുകാരും ഓടി വായോ, ടുട്ടുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാട്ടോ. ദേ ചീകാനൊക്കെ നിന്നിരുന്ന ടുട്ടുവിനെ കണ്ടില്ലേ? കുളിച്ചിന്ന് രാവിലെ കുളിച്ച് സുന്ദരക്കുട്ടനായിട്ട് നിൽക്കുന്ന ആളാണിത് കേട്ടോ. ആഴ്ചയിൽ ഒന്നൊക്കെയാണ് നമ്മൾ ടുട്ടുവിനെ കുളിപ്പിക്കുന്നത്. ദേ ടാറ്റ പോകാനെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് റെഡിയായി നിന്നിരുന്നാൽ ചീകിക്കുമെന്നും പറഞ്ഞിട്ട് ദേ ചീകി അവനെ സ്പ്രേ ഒക്കെ അടിച്ച് എല്ലാം ഉഷാറാക്കി ദേ നിന്നിട്ടുണ്ട്. ഇനി എന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിപ്പ ആശാൻ്റെ. അപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ കുളിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് രാവിലെ തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയത് പിന്നാലെ എണീക്കുന്നത് 5 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കുത്തിവെക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവനെ ചീകി റെഡിയാക്കിയതാണ്. കാർ അങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കിയതും ആശാൻ പിന്നെ ഒരു നിൽക്കപ്രതിയേ ഇല്ല. കാർ ഇറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കും പോകണം കേട്ടോ. ഇവർക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ കറങ്ങാനൊക്കെ പോകുന്നതെന്ന്. വണ്ടിയിൽ കയറിയിരുന്ന് യാത്ര പോകാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 1-2 പ്രാവശ്യം നമ്മളൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മളെ വീട്ടിലെ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഓടി വരും കേട്ടോ ഇവർ പോകാനായിട്ട്. അത്രയും ഇഷ്ടമാണ് ഇവർക്ക് യാത്ര പോകാനെന്ന് പറയുന്നത്. പിന്നെ ഇവനെ സംബന്ധിച്ചാണെങ്കിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ആ കാറിനകത്തുള്ള മണമൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും അവന് ഓടുന്ന ശീലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾ ഡീസൻ്റ് ആയിട്ടിരുന്ന് 2 സൈഡിലെയും കാഴ്ചകളൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയി നിന്ന് കാണും. ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ പുള്ളിക്കാരൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഓടിക്കുന്ന അച്ചാച്ചൻ്റെ ഒരു കയ്യിലങ്ങ് കയറി കൈ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പുറമേയുള്ള മുന്നിലുള്ള കാഴ്ചകളെല്ലാം കാണുക. ദേ ഈ ഇരുത്തിയാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്. ഒരു കൈ ആ അച്ചാച്ചൻ്റെ ദേഹത്തും ഉണ്ടാകും, ഒരു കൈ എൻ്റെ ദേഹത്തും ഉണ്ടാകും. എന്നിട്ട് പുള്ളിക്കാരൻ മുന്നിലുള്ള എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. പക്ഷേ ഉണ്ടല്ലോ, ഇവരെ സ്നേഹിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ അവർ അതുപോലെ സ്നേഹിക്കും കേട്ടോ. നമ്മൾ എത്ര സ്നേഹം കൊടുക്കുന്നോ അതിൻ്റെ ഡബിൾ മടങ്ങ് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ വാസ്തവം. അപ്പോൾ ദേ അവൻ്റെ കുത്തിവയ്ക്കാനുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് അവനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവൻ്റെ ഒരു 4ാമത്തെ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞ് അവന് ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഏതായാലും അവനെ കൊണ്ടുവന്ന് നമുക്ക് അതിനകത്തോട്ട് കയറ്റി നോക്കാം. അവൻ ഏതായാലും ഭയങ്കര എന്താ പറയുന്നത്, ഒരു പുതിയ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അവനെ മൊത്തത്തിലൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ, എവിടെ, എന്താണ് പരിപാടി, എന്തിനാണ് എന്നെ കൊണ്ടുവന്നേ, അവിടെ എല്ലാം പോയി ഇന്ന് മണം പിടിക്കുന്നുണ്ട്. അകത്തോട്ട് കയറാൻ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ കയറിയത് കൊണ്ട് പതുക്കെ പേടിച്ച് വന്നു. ആൾ ഭയങ്കര ധൈര്യശാലി എന്നൊക്കെ തോന്നുകൊണ്ടെങ്കിലുണ്ട്, വെറും പേടിച്ചൂറി കൂടിയാണ്. അവിടെ വേറൊരു പട്ടിക്കുട്ടി ഇരിക്കുന്നത് കണ്ടിട്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരും കൊരയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് അവന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകാം കേട്ടോ. പക്ഷേ ആൾ ഭയങ്കര പേടിയിലൊക്കെ നിൽക്കുകയാണ്. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇനി ഇട്ടേച്ച് പോകാനാണോ എന്നൊക്കെയുള്ളൊരു പേടിയാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് നോക്കാം. അവനെ ആദ്യം നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ട്. ഏതാണ്ട് 10 കിലോ വെയിറ്റ് ഉണ്ട്. അവനങ്ങനെ ഭക്ഷണമൊന്നും അധികം ഒന്നും കഴിക്കില്ല. ഒറ്റ നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. അതും അളവ് കുറച്ചാണ് അവൻ കഴിക്കുന്നത് തന്നെ കേട്ടോ. അവന് ഭക്ഷണത്തോടൊന്നും താല്പര്യമില്ല. ആകെ അവന് താല്പര്യം നമ്മളെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ താല്പര്യം മാത്രമേ അവനുള്ളൂ. വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നമ്മളെ കൂടെ ആയിരിക്കണം എപ്പോഴും. കാരണം കുഞ്ഞിലേ എടുത്തുകൊണ്ട് വന്നതല്ലേ, 1 മാസം ഉള്ളപ്പം കിട്ടിയതാണ്. അപ്പോൾ അന്ന് മുതലേ നമ്മളെ കൂടെ തന്നെ. അവനെ കൂട്ടിലിട്ടൊന്നും അങ്ങനെ വളർത്താറില്ല. ആ കുഞ്ഞു പ്രായത്തിൽ 1 മാസം ഞങ്ങൾ കൂട്ടിൽ ചെറിയൊരു കൂട് വാങ്ങി അതിനകത്തിട്ടിരുന്നു എന്നല്ലാതെ, അത് കഴിഞ്ഞ് എപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ് ആൾ. അതുകൊണ്ട് തന്നെ നമ്മളെ വിട്ടുമാറുക അവന് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കും അതുപോലെ തന്നെ അത്രയും കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ പറയുന്ന കണക്ക് കുത്തിവയ്ക്കാനൊക്കെ ചെന്ന് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിടിച്ച് നിർത്തി. കാരണം അവർക്കൊരു പേടി, അവർ കടിക്കുമെന്നൊക്കെ. അല്ലെങ്കിൽ അവർക്ക് അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന സ്നേഹമുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തതാണെങ്കിൽ ഇവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പിടിച്ചു കൊടുക്കാൻ നോക്കി. ആദ്യം അവന് എന്താ പറയുന്നത്, മാസ്കൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇടണ്ട, ഞങ്ങൾ പിടിച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മാസ്കൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചു കൊടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി. അവന് ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഏതായാലും പാവം കിടക്കുന്നുണ്ടല്ലേ. അവരാവുന്ന പണി 18 നോക്കുന്നുണ്ട്. എന്താ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർക്ക് സെക്യൂറാക്കി ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അവനതിനൊന്നും സമ്മതിക്കുകയില്ല. അവസാനം നമ്മൾ പറഞ്ഞത് വേണ്ട, നമ്മൾ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് കൊണ്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിനെ കാറി കയറ്റി നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ. ആൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഇഞ്ചക്ഷനൊക്കെ കിട്ടി. ആദ്യം കുറച്ച് നേരമൊക്കെ ആദ്യം ഒരു സെക്കൻഡൊക്കെ ഒന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് ആൾ ഉഷാറായി. വീണ്ടും കാറിൽ വന്ന് കയറി ആളങ്ങ് ബേക്കിൽ സീറ്റിൽ സ്ഥലം പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആളൊക്കെ ആയി കഴിഞ്ഞു. ആ സമയത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കുക. ഏതായാലും കൊച്ചിനെയും കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോയിട്ട് വന്നതല്ലേ, അവന് നല്ല ചിക്കനൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ചിക്കൻ സ്റ്റോളിൽ കയറി നമ്മൾ ചിക്കനൊക്കെ മേടിക്കാനായിട്ട് അച്ചാച്ചൻ ഇറങ്ങിയതാണ്. ആ സമയത്ത് അവൻ വണ്ടി നിർത്തിയപ്പം അച്ചാച്ചൻ ഇറങ്ങിയ ഉടനെ ഡ്രൈവർ സീറ്റിൽ സ്ഥാനം പിടിച്ച ആൾ ഇനി കുറച്ച് നേരം ഈ ഡ്രൈവർ സീറ്റിലായിരിക്കും അവൻ്റെ വിലസലൊക്കെ.
വണ്ടി ഓടിക്കുന്ന അവനാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചില സമയത്ത് അവൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഏതായാലും എന്താ പറയുന്നത്, ഇവനുള്ളതാണ് എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ എന്ന് പറയാൻ ഞങ്ങളുടെ ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ എന്ന് പറയുന്നത്. കാരണം കുറേ നേരം ഇവരെ കൂടെ കുറച്ച് നമ്മൾ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന റിലാക്സ് നമുക്ക് നല്ലൊരു റിലാക്സാണ്. പിന്നെ അവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയല്ലേ നമ്മളവരെ അതുപോലെ കെയർ ചെയ്യുമ്പോൾ. അവൻ്റെ ചിക്കനൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം 2 ദിവസമായി ചിക്കൻ കഴിഞ്ഞിട്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊക്കെയാണ് ചിക്കൻ. പക്ഷേ 1-2 ദിവസം ചിക്കൻ തുടർച്ചയായിട്ട് കൊടുത്താൽ 3-ാമത്തെ ദിവസം അവൻ കഴിക്കത്തില്ല. അതിന് എന്ത് സാധനം തന്നെയാണെങ്കിലും. അതിനൊക്കെ ഒറ്റ നേരം മാത്രമേ അവൻ ഫുഡ് എന്തെങ്കിലും കഴിക്കുള്ളൂ. ചോറൊന്നും തൊടാറ് പോലും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു ഐറ്റമാണ്, ഒരു പ്രത്യേക ഐറ്റമാണ് എൻ്റെ ടുട്ടുമോൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. മോള് കൊണ്ടുവന്ന് അവനെ വീണ്ടും കസേരയുടെ കാലിലങ്ങ് കുരുക്കി. കുറച്ച് നേരം കസേരയുടെ കാലിൽ, പിന്നെ ഓടിച്ചാടി നടക്കും. അപ്പോഴത്തേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വാക്യൂം ക്ലീനറാണ്. നമ്മുടെ ടുട്ടുവിൻ്റെ രോമമൊക്കെ ഉള്ളത് നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ മക്കളെ.